ഹായ് കൂട്ടുകാരെ, ഇന്ന് നോമ്പാണല്ലോ, തലനോലിൻ്റെ. അപ്പം ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു, നിങ്ങളൊന്ന് സന്ദർശിക്കാമെന്ന്. ഇത് ചീര ഇപ്പം തന്നെ വറവിടാണ്, രാത്രിക്കില്ലേ ഇപ്പം തന്നെ കഴിക്കുകയാണ്. ചീര ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. ചീര വറവിട്ട് അത്താഴത്തിന് കാണുന്നുണ്ടോ? ചീര വേഗട്ടെ, ഒന്ന് അടിച്ചോക്കാം നമുക്ക്. ഇതിപ്പം ബീഫ് വരട്ടാൻ അത്താഴത്തിനും പിന്നെ ഭക്ഷണത്തിനും അല്ല, പത്തിരിക്ക് വൈകുന്നേരം നോമ്പ് തുറക്ക് ബീഫ് വരട്ടാൻ വേണ്ടി അര കിലോന് ബീഫാണിത്. രണ്ടും പാടെ ആക്കി ഇതൊരു വരട്ടയരച്ച് ഇത് അതിൻ്റെ എല്ലും പാടി ഇതൊക്കെ എടുത്തുകൊണ്ട് തേങ്ങ വറുത്തരച്ചൊരു കറി ഉണ്ടാക്കാൻ അയച്ച്. അപ്പോൾ ഇത് തേങ്ങ വറുത്ത് വെച്ചതാണ് ഉണ്ടോ കൂട്ടുകാരെ. ഇത് തേങ്ങ വറുത്ത് വെച്ചാണ്, തേങ്ങ വറുത്തരച്ചൊരു കറി ഇറച്ചി ബീഫ്. നല്ല രസമുണ്ടാവും, നല്ല രുചി ഉണ്ടാവും. പിന്നെ ദൈത്തിലെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് ഇത് വരട്ടാനുള്ളതും പിന്നെ ബീഫിനുള്ളത്, ഇതിന് വരട്ടാനുള്ളതും കറിക്കുള്ളതും ഇതവിടെ അരിഞ്ഞ് വെച്ച് നമുക്കിതൊന്ന് അടച്ചെടുക്കാം. നമുക്കോ കൂട്ടുകാരെ, ഹായ് കൂട്ടുകാരെ, നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ ചീരമോളില്ലേ, ചെറിയ കാന്താരി, അത് ഇറച്ചി വരട്ടണമെങ്കിൽ കിട്ടാൻ നല്ല രസമാണ്, രുചിയാണ്. അപ്പം അത് ലേശം പറിക്കട്ടെ വിചാരിച്ച്. കാന്താരിക്ക് ബീഫ് നല്ല രസമാണ്. ബീഫ് കാന്താരി പച്ചമുളകിൻ്റെയിലും രുചി ഉണ്ടാവും. ഇതൊക്കെ വെള്ളം നനച്ച് ഉണ്ടാക്കിയതാണ് കൂട്ടുകാരെ. കരിവേപ്പ് എന്താണോ അത് ഞങ്ങൾക്ക് എത്ര ഇതാക്കിയിട്ടുണ്ടാണില്ല, അതാണ് പ്രശ്നം. വേണ്ട, ചെറിയ മുളക് ഇഷ്ടം പോകണുണ്ട്. ഇത്ര കിട്ടും കൂട്ടുകാരെ, ഇത് മതി ബീഫ് വരട്ടണേക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ? കുറേ ആയി നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇട്ടിട്ട്. എന്താ പറയുക, എനിക്കൊരു കുട്ടിക്ക് സുഖമില്ലായിരുന്നു, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്റ്റാർ ഫ്രൂട്ട് പൂത്ത കണ്ടോ കൂട്ടുകാരെ? അന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു, പൂത്തിട്ടില്ലായിരുന്നു. കണ്ടോ പൂത്ത് നിൽക്കുന്നുണ്ടോ?